പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഈ നല്ല തണുപ്പിൽ നല്ല ചൂടുള്ള വാർത്തകളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 25 ലക്ഷം രൂപയ്ക്ക് തിരികെ 33 ലക്ഷം രൂപ SBI ബാങ്കിന് നൽകിയിട്ടും പ്രമാണം തിരിച്ചു നൽകിയില്ലെന്നൊരു ആരോപണവുമായിട്ട് മൺവിള സ്വദേശിയെ വനജ വരുന്നുണ്ട്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഭർത്താവ് സന്തോഷ് ആത്മഹത്യ ചെയ്തതെന്നും ആരോപണം. 2011 സന്തോഷ് വനജ ദമ്പതികൾ SBIയിൽ നിന്നും 25 ലക്ഷം രൂപ വായ്പ എടുത്തത്. 33 ലക്ഷം രൂപ തിരിച്ചടച്ചു. പക്ഷേ ഇനിയും 27 ലക്ഷത്തിലധികം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത്. ഈ മാസം 9-ാം തീയതി ഭിന്നശേഷി കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്ത വനജയോട് 3,85,000 രൂപ അടയ്ക്കാനാണ് ഭിന്നശേഷി കമ്മീഷൻ നിർദ്ദേശിച്ചത്. പ്രമാണം കൊടുക്കണമെന്ന് സർക്കാരിന്റെ പ്രതിനിധിക്ക് നിർദ്ദേശവും നൽകി. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. നമ്മൾ വിൽക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ വിറ്റ് നിങ്ങൾ വെളിയിറങ്ങി തരണം, വീട് വിറ്റ് കാശ് എടുക്കാനായിട്ടുള്ളതാണ്, ജനങ്ങളുടെ കൈ കാശാണ് എന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. 14 ലക്ഷം രൂപ 4 വർഷം കൊണ്ട് തുടർച്ചയായിട്ട് 30,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. 4 കൊല്ലം തുടർച്ചയായിട്ട് ഈ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതായിപ്പോയി. പിന്നെ ബാങ്കുകാർ പറഞ്ഞു 2021 ഡിസംബർ 16-ാം തീയതി നിങ്ങളെ വീട് ജപ്തി ചെയ്ത് ഞങ്ങളെല്ലാം എടുക്കുവാണെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു 2021 ഡിസംബർ 15-ാം തീയതി. ബാങ്കുകാരെ വീട് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു. എനിക്ക് ഭിന്നശേഷിക്കാരിയായ ഒരു മകളെ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളോ ഞങ്ങൾക്ക് ബന്ധുബലങ്ങളോ ഒന്നും ആരുമില്ല. ഭിന്നശേഷിക്കാരി മോളായതുകൊണ്ട് എനിക്കൊരു ജോലിക്ക് പോകാനോ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുള്ള ചെറിയൊരു വാടക ഇനത്തിൽ കിട്ടുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നുള്ളൂ. അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ SBI ആണ്, നാഷണലൈസ്ഡ് ബാങ്കാണ്. 25 ലക്ഷം രൂപ എടുത്തു, 33 ലക്ഷം രൂപ മൊത്തം അടച്ചു. ഇനിയും 37 ലക്ഷം കൊടുക്കണം. അത് പലിശ ഇനത്തിലായിരിക്കും കൊടുക്കാനുള്ളത്. ഇതിൽ സന്തോഷ് ആത്മഹത്യ ചെയ്തത് പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണോ? ഇതിലെന്താണൊരു തീർപ്പിനൊരു സാധ്യതയുള്ളത്? ഭിന്നശേഷി കമ്മീഷന്റെ ഈ നിർദ്ദേശം ബാങ്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? ഈ 3,90,85,000 രൂപ അടയ്ക്കാൻ വനജയുടെ കയ്യിലുണ്ടോ അരുൺ സോളമൻ? അരുൺ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ. പ്രധാനമായിട്ടും 2011 തിരുവനന്തപുരം കഴക്കൂട്ടത്തെ മൺവിള സ്വദേശികളായിട്ടുള്ള വനജ സന്തോഷ് ദമ്പതികൾ കഴക്കൂട്ടത്തെ തന്നെ ഈ മൺവിളയിലുള്ള SBI ബ്രാഞ്ചിൽ നിന്നും 25 ലക്ഷം രൂപ വീട് വയ്ക്കാനായിട്ട് വായ്പയെടുത്തത്. ഈ വായ്പാ തുക എന്ന് പറയുന്നത് 30,000 രൂപയായിരുന്നു മാസം അടയ്ക്കേണ്ടത്, പലിശ സഹിതം. അത് കൃത്യമായിട്ട് തന്നെ ഇവർ അടച്ചു വന്നിരുന്നു എന്നുള്ള വിവരം കൂടി അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. 2016 നവംബർ മാസം വരെ അത് കൃത്യമായിട്ട് മുടങ്ങാതെ തന്നെ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അടച്ചിരുന്നു. ഈ സന്തോഷ് എന്ന് പറയുന്നത് ഒരു പ്രവാസി കൂടിയായിരുന്നു. അദ്ദേഹം 2019 ആയപ്പോൾ ഈ കോവിഡും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടമാകുന്നു. തിരിച്ച് അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയെങ്കിലും മറ്റു തൊഴിലുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ബാങ്കിലെ വായ്പ അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനെ തുടർന്ന് 2021 ഡിസംബർ 15-നാണ് ഈ സന്തോഷ് ആത്മഹത്യ ചെയ്യുന്നത് വീട്ടിൽ. ഇതിൽ പ്രധാനമായും 5 സെന്റ് ഭൂമിയാണ്. ആ ഭൂമിയിൽ വളരെ വിലപിടിപ്പുള്ള വീട് എന്നുള്ളതാണ് SBIക്കാരുടെ വാദം. ഇതിൽ സന്തോഷിന് ഒരു ഇൻഷുറൻസ് തുക കൂടി ഉണ്ടായിരുന്നു. അത് 19 ലക്ഷം, 20 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് തുകയായിരുന്നു കെട്ടിയിരുന്നത്. അതിൽ 19 ലക്ഷം അധികം തുക ഇവർക്ക് ലഭിച്ചു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൽ പ്രധാനമായും 33 ലക്ഷം രൂപ ഇതിനോടകം തന്നെ SBI ബ്രാഞ്ചിൽ അടച്ചെങ്കിലും ഇവരുടെ പ്രമാണം വിട്ടു നൽകിയില്ല എന്നുള്ളതാണ് വനജയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനെ തുടർന്ന് ഈ മാസം 9-ാം തീയതി ഭിന്നശേഷി കമ്മീഷനിൽ വനജ കേസ് നൽകി. ഇതിനെ തുടർന്ന് അദാലത്ത് നടത്തി. നിലവിൽ ഈ SBIയുടെ റിക്കവറി ബാങ്കിങ് ആയിട്ടുള്ള സാർക്കിനാണ് ഈ പൈസ തിരിച്ചു പിടിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ബാങ്ക്. ഇതിൻ്റെ സാർക്ക് പ്രതിനിധിയും ഈ അദാലത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും ഈ സാർക്കിൻ്റെ പ്രതിനിധി ആവശ്യപ്പെടുന്നത് 27,81,000 രൂപയാണ്. പക്ഷേ അത് നൽകാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഡോക്ടർ PT ബാബുരാജ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് ആകെയുള്ള അവർക്കുള്ള ആശ്രയം എന്ന് പറയുന്നത് ഈ വീട് പ്രധാനമായും ഇപ്പോൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ടാണ് അവർ കുടുംബം മുന്നോട്ട് പോകുന്നത്. വനജയ്ക്ക് മറ്റൊരു ആശ്രയമില്ല. ആകെയുള്ള ഒരു മകൾ ഭിന്നശേഷി പെൺകുട്ടിയാണ്. അപ്പോൾ ഈ നിലവിൽ നൽകിയിരിക്കുന്നത് 3,85,000 രൂപ വനജയോട് അടയ്ക്കാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് അവർ അടയ്ക്കാനും തയ്യാറാണ്. പക്ഷേ സാർക്കിൻ്റെ പ്രതിനിധി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു പ്രതികരണം നൽകിയിട്ടില്ല. ഇപ്പോഴും ഇവരുടെ ഈ 5 സെന്റിൻ്റെ ഈ വീടിൻ്റെ പ്രമാണം ഇപ്പോഴും SBIയുടെ കയ്യിലാണ്. ആ പ്രമാണം ഇതുവരെയും വിട്ടു നൽകിയിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പ്രമാണം പിടിച്ചു വച്ചിരിക്കുകയാണ്. 2021-ലാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനെ തുടർന്ന് ഇൻഷുറൻസ് തുക സഹിതം ആ പ്രമാണം വിട്ടുകൊടുക്കേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ,
ലക്ഷക്കണക്കിന് രൂപ വലിയ കോർപ്പറേറ്റുകളിലേക്ക് എഴുതിത്തള്ളുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം ഈ 3,80,000 രൂപ കൊടുത്ത് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ആവശ്യം ഒരാൾ ആത്മഹത്യ ചെയ്തു. എത്ര മനുഷ്യരുടെ ആത്മഹത്യ കാണണം? അതുകൊണ്ട് ഇത്തരം ബാങ്കുകൾ ചില സാഹചര്യങ്ങളിൽ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടെടുക്കണം. വലിയ ലാഭം ഉണ്ടാക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട് നമുക്ക്. ആ ബാങ്കിങ് സ്ഥാപനങ്ങൾ പലപ്പോഴും മനുഷ്യത്വപരമായി പെരുമാറുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ ഇത് SBIക്കെതിരെയാണ് അങ്ങനൊരു വിമർശനമുള്ളത്. എന്തായാലും ഭിന്നശേഷി കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് 3,80,000 രൂപ കൂടി അടയ്ക്കണം എന്നാണ് മനോജോട് പറഞ്ഞിരിക്കുന്നത്. മനോജ് അത് അടയ്ക്കാൻ തയ്യാറാണ് എന്ന് അരുൺ സോളമൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ബാങ്കിൻ്റെ അധികൃതരെ നിങ്ങൾ അനുഭാവപൂർവ്വം കാര്യങ്ങൾ പരിഗണിക്കണം. ആ വീട്ടിലെ ഒരാൾ ഈ കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്തു. ഇനിയുള്ളതൊരു ഭിന്നശേഷിക്കാരിയായ കുട്ടിയാണ്. വലിയ വലിയ കോർപ്പറേറ്റുകളുടെയൊക്കെ പണം എഴുതി തള്ളുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ലാഭവിഹിതത്തിൽ നിന്ന് കുറച്ചല്ലേ പലിശ ഇനത്തിൽ പോകത്തുള്ളൂ. മുതൽ കിട്ടിയില്ലേ? 25 എന്നുള്ളത് 33 ലക്ഷം രൂപ കിട്ടി. 25 ലക്ഷം രൂപ എടുത്തു, 33 ലക്ഷം രൂപയും തിരിച്ചടച്ചു. പക്ഷേ ഇനിയും 27 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിയില്ല. ഈ ലോണിനെയൊക്കെ കൊണ്ട് തലവെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ പലിശ എത്രയാണെന്ന് നമ്മൾ അറിയില്ല. അതോ 9%, 10% അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വരും ചില ബാങ്കുകളിൽ. അതിങ്ങനെ മാറി വരുമ്പോൾ നമ്മൾ അടച്ചു തീരുമ്പോഴേക്ക് നമ്മളെടുത്ത മുതലിനേക്കാൾ ഇരട്ടിയോളം പണം ഈ ബാങ്കുകാർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത് പലപ്പോഴും നമ്മൾ അറിയില്ല. പണം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവൻ്റെ വിയർപ്പാണ് ഈ പലിശയായിട്ട് പോകുന്നത്. ഈ പലിശ ഈടാക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടെടുക്കുന്നതാണ് ബാങ്കിനും നല്ലത്, ഈ മനുഷ്യർക്കും നല്ലത്. അതൊക്കെ വേണമല്ലോ, മനുഷ്യരല്ലേ.